എൻ്റെ പേര് മരിയ. ഞാൻ മംഗലാപുരത്ത് നിന്ന് വരുന്നു. എനിക്ക് 3 വർഷമായി ഫേസിൽ അലർജി ആയിരുന്നു. എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. രാത്രി കിടക്കുമ്പോഴും എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ആൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മുഖത്ത് നിറച്ചും ചൊറിച്ചിലാണ്. എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കില്ല. ആയുർവേദ മരുന്ന്, അലോപ്പതി മരുന്ന് എല്ലാം നോക്കും. മരുന്നിങ്ങനെ മാറി മാറി കാശ് ചിലവാകുന്നല്ലാണ്ട് ചൊറിച്ചിൽ മുഖത്തുനിന്ന് മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആരെ കാണാൻ ചെന്നാൽ ആദ്യം ചോദിക്കുന്നത് എൻ്റെ മുഖത്ത് എന്ത് പറ്റിയെന്നാണ്. അപ്പോൾ എനിക്കും അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ ബ്ലഡിൽ അലർജി ലെവലും കൂടിയിരുന്നു. 2024 ഞാൻ റൂഹ ധ്യാന കേന്ദ്രത്തെ പറ്റി അറിയുന്നതും അങ്ങനെ അത്ഭുത ജപമാല കാണലുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് വൺ ഡേ കൺവെൻഷൻ സൗകര്യം കിട്ടുമ്പോൾ വരുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ വൺ ഡേ കൺവെൻഷൻ ഇവിടെ കാലെടുത്ത് കുത്തുമ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു മരിയയുടെ ത്വക്ക് രോഗം ദൈവം സൗഖ്യപ്പെടുത്തണമെന്ന്. അതിനുശേഷം ഞാൻ പോലും അറിയാണ്ട് തന്നെ മെല്ലെ മെല്ലെ എൻ്റെ സ്കിൻ അലർജി മാറി തുടങ്ങി. അപ്പോൾ എന്നെ കാണുന്നവർ ചോദിച്ചു എൻ്റെ മുഖത്തിന് എന്ത് പറ്റി, നീ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്ത്, എന്ത് ചെയ്തിട്ടാണ് മാറിയ, ഡോക്ടർ വരെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടറോട് ഞാൻ പറയാതെ അങ്ങനെ മാറിയെന്ന് എനിക്ക് പറയാനും ഒരു മടിയായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരോട് എനിക്ക് അറിയാവുന്നവരോട് ഞാൻ പറയും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അത് മാറി. പക്ഷെ ഇത് ഞാനൊരു നിയോഗം വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചൊരു വിഷയം കൂടി അല്ലായിരുന്നു. പക്ഷെ ഞാൻ അറിയാണ്ട് തന്നെ ഒരു 7 മാസത്തേക്കാളും നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. 2024 അത് വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ വർഷം, അത് ഈ വർഷം അതൊരു 25 ആ ടൈം 2025 നീ ഇവിടെ വണ്ടേ കൺവെൻഷൻ വന്നപ്പോൾ മരിയ എന്ന മകളുടെ ത്വക്ക് രോഗം കർത്താവ് എടുത്ത് മാറ്റുന്നു കണ്ടോ. അതോടെ ത്വക്ക് രോഗം പിന്നെ അവിടെ കുറയാൻ തുടങ്ങി, കംപ്ലീറ്റ് മാറിപ്പോയി. എന്തൊരു വലിയ സൗഖ്യം. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ കഫം ഇറങ്ങി വരണ ഒരു കുഴപ്പമുണ്ട്. അതായത് രാവിലെ എനിക്ക് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ കഫം ഇറങ്ങി വരും. പക്ഷെ അത് ഇറങ്ങി പോകില്ല, അവിടെ സ്റ്റക്കായിരിക്കും. അപ്പോൾ ഏത് നേരവും കഫം ഇറക്കാൻ വേണ്ടി കാർപ്പിക്കലാണ്. അപ്പോൾ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ കാർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു വൃത്തികേട് മാതിരിയാണ്. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും കാർപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പുറത്തെ വശത്ത് കേൾക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കാർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കണം നമുക്കും ചെയ്യുന്ന ആൾക്കും അതൊരു വളരെ ഒരു ഇത് എന്ത് ചെയ്താൽ മാറാത്തൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ കൗൺസിലേഴ്സിനെ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നതിന് ശേഷം പിന്നെ ആ കാർപ്പിക്കൽ വന്നിട്ടില്ല. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. അമ്മ വന്ന് പങ്കെടുത്തിരുന്നു.